ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കർബായിയുടെ ഫ്രണ്ട്സ് പോയിട്ട് ധ്രുവൻ്റെ ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. കുറേ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശങ്കർബായി കത്ത് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ എഴുതിയെന്ന് ചോദിക്കുമ്പോഴൊന്നും അവൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല ശങ്കർബായി. എന്നിട്ട് പുള്ളി ലാസ്റ്റ് എത്ര ഇടി കിട്ടിയിട്ടും മരിച്ചുപോയ ധ്രുവൻ എങ്ങനെയാണ് ശങ്കർബായി ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ശങ്കർബായിക്ക് അങ്ങ് വിശ്വാസമാവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശങ്കർബായും കണ്ടതല്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറയുമ്പോൾ ശങ്കർബായി ഓർക്കും നേരെ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ജിത്തിനോടും പറയുന്നുണ്ട്, ഇവനെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശങ്കർബായി തിരിച്ച് വീട്ടിൽ ചെല്ലുവാണ് കേട്ടോ. പുള്ളി ആകെ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ വരുന്നുണ്ട്. ഗംഗ ചോദിക്കും എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് ശങ്കർബായി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങാൻ നേരത്ത് കയ്യിലൊരു കത്ത് കാണും. ആ കത്ത് കാണാൻ നേരത്ത് ഈ കത്തല്ലേ കാരണം എന്ന് പറഞ്ഞ് ഗംഗ പിടിച്ച് മേടിക്കുകയാണ് കേട്ടോ. നിനക്ക് ഏതോ കള്ളക്കാമുകി എഴുതുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ കത്ത് കാണുകയാണ്. അപ്പം ഗംഗ പെട്ടെന്ന് ഷോക്കാവും. വായിച്ച പാടെ ഗംഗ ചോദിക്കുന്നത്, ഇതാരാടാ ഗൗരിയോട് ഇത്രയും ദേഷ്യമുള്ള ഒരു സ്ത്രീ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ശങ്കർ ഞെട്ടുവാണ്, സ്ത്രീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, ഞാൻ ഡാൻസാണ് പഠിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു നാട്യശാസ്ത്രത്തിൻ്റെ അകത്ത് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കറിയാടാ ഇതൊരു പെണ്ണാണ് എഴുതിയേക്കുന്നതെന്ന് പറയും. അത് കേട്ട പാടെ കേൾക്കാത്ത പാതി നമ്മുടെ ശങ്കർബായി ആ കത്തും മേടിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്തുള്ളതാണ്. എന്നിട്ട് ഗൗരിയോട് പറയുന്നുണ്ട്, ഒരു നോട്ട്പാടും പേനയും എടുത്ത് കൊടുത്തിട്ടുണ്ട്, നീ ഇതിനകത്തോടൊന്ന് എഴുതിയ ഗൗരി ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ട് ശങ്കർ ബുക്ക് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ശങ്കർ എഴുതാത്ത എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗരി ഇങ്ങനെ പകച്ചങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ശങ്കർബായി കത്ത് എടുത്ത് കാണിച്ചിരിക്കും, ഇത് ആരാ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ഗൗരി ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ഇത് ഞാനാ എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പം ശങ്കർബായിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് കണ്ട മുതൽ ഞാൻ എത്ര ടെൻഷൻ അടിച്ച് നടന്നു, നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ, നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ കൂടെ ശങ്കർബായി കലി തുള്ളുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എന്തിനാ ചെയ്ത്, ധ്രുവൻ ചത്തിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും തിരിച്ച് ഗൗരി അതേപോലെ പറയുന്നുണ്ട്, അതെ, അല്ലാണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ശങ്കർ അത് വിശ്വസിക്കുമായിരുന്നു, എൻ്റെ മുമ്പിൽ ഇത് മാത്രമേ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഗൗരി തിരിച്ച് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗരി പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ശങ്കർബായി മറ്റേ നമ്മുടെ ധ്രുവൻ്റെ ഫ്രണ്ടിനെ പോയി അടിക്കില്ലായിരുന്നല്ലോ, അവനെ പിടിച്ച് അടിക്കുകയോ അവനോട് ലെറ്റർ കാണിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുകയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശങ്കർബായി പെട്ടെന്ന് ഞെട്ടിട്ട് ചോദിക്കുകയാണ്, ഇത് നിന്നോട് ആരാ പറഞ്ഞത്, അജിത്തും ജിത്തും ആണോ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഗൗരി പറയും, അല്ല, എന്നെ ധ്രുവനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയും. ധ്രുവനൊന്ന് കേട്ടപ്പോഴേ നമ്മുടെ ശങ്കർബായി ആൾക്കൂടി ഞെട്ടുവാണ് കേട്ടോ. പുള്ളി ആൾക്കൂടി ഒരു ഷോക്കാവുകയാണ്. കാരണം പുള്ളിയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ധ്രുവൻ പറഞ്ഞു എന്ന് ഗൗരി പറഞ്ഞത് അവിടെ നടന്ന കാര്യമായതുകൊണ്ടും ശങ്കർബായി ആകെ ഞെട്ടി. ശങ്കർബായി എന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നമ്മുടെ ധ്രുവൻ ഗൗരിക്ക് അയച്ച ഓഡിയോ കേൾപ്പിക്കുകയാണ് കേട്ടോ. ആ ഓഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഇതാരാ ഗൗരി, ഞാനല്ലാതെ നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു ശത്രു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗൗരിനെ കളിയാക്കുന്ന രീതിയിലൊരു ഓഡിയോ അയച്ചേക്കുവാണ്. ഇനി ഞാൻ ശങ്കർബായിയുടെ മുമ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ആ വരുന്ന സമയത്ത് ഞാൻ നിനക്കുള്ള റീത്തും കൂടെ കൊണ്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ ശങ്കർബായി ആ കൂടെ ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് ഗൗരി പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ധ്രുവൻ ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുള്ളൂ, അവനെ കൊണ്ട് തന്നെ എനിക്ക് പറയിക്കണം എന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ ചെയ്തു പോയതെന്ന് പറയും. പിന്നെ അവിടെ രാത്രിയാവുകയാണ് കേട്ടോ. പിന്നെ രാത്രിയാവുന്ന സീൻ്റെ അകത്ത് നമ്മൾ ശങ്കർബായി ഇങ്ങനെ ധ്രുവനെ കുറിച്ച് ഓർത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശരിക്കും സംഭവിച്ചതാണോ എന്നറിയത്തില്ല. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ധ്രുവൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടും ശങ്കർബായി ധ്രുവനെ കൊന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പക്ഷെ എങ്ങനെ കൊന്നെന്നോ എന്തോന്നൊന്നും കാണിക്കുന്നില്ല, ഇനി സ്വപ്നമാണോ എന്നും അറിയത്തില്ല. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ ശങ്കർബായിയുടെ കയ്യിൽ വിലങ്ങൊക്കെ ഉണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഗൗരി ഓടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശങ്കർ എന്തായി ചെയ്തേ, എന്നെക്കുറിച്ച് ഒരു നിമിഷം ശങ്കർ ഓർത്തോ എന്നൊക്കെ ചോദിച്ച് ഗൗരി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, ആ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഗൗരിനെ തള്ളി മാറ്റാൻ നേരത്ത് ശങ്കറിന് ദേഷ്യം വന്നിട്ട് പോലീസുകാരനെയും തള്ളുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതിനോട് ഒരു കൊലപാതകവും കൂടെ ശങ്കർബായിക്ക് ആവുള്ളൂ, ഗൗരിയെ തൊട്ട് പോരുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് നമ്മുടെ ശങ്കർബായി ഗൗരിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നല്ലൊരു കിണ്ണങ്കാച്ചി വക്കീലിനെ വെച്ച് നമ്മുടെ അച്ഛൻ ഇത് വാദിച്ച് എന്നെ പുഷ്പം പോലെ പുറത്തിറക്കും, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ അജിത്തൊക്കെ നിന്ന് ശങ്കർബായിയോട് ചോദിക്കുന്നുണ്ട്, ശങ്കർബായി ഇതെന്തിനാ ചെയ്ത്, ഒരു വാക്ക് പറഞ്ഞിരുന്നത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശങ്കർ പറയുന്നുണ്ട്, എൻ്റെ പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞവനെ ഞാനല്ലേ കൊല്ലേണ്ടത്, നിങ്ങളല്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കർബായിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഗൗരി ഇതെല്ലാം കണ്ട് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ലാസ്റ്റ് പാർട്ട് എങ്ങനെ ധ്രുവൻ കൊന്നോന്നോ ഒന്നും കാണിക്കുന്നില്ല, ഇനി സ്വപ്നമാണോ ഗൗരി ഓർക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്.